ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു മോരുകറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. മോരുകറി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ മോരുകറി. അപ്പോൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. പിന്നെ നമ്മുടെ ഇപ്പോൾ ചക്കക്കുരുവിൻ്റെയൊക്കെ സീസണല്ലേ. എനിക്ക് ചക്കക്കുരു ഇട്ട മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് ഇതാ കുമ്പളങ്ങ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചക്കക്കുരുവിനെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു. പിന്നെ ഒരു മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഉണങ്ങിയൊക്കെ പോവാറായി, എന്നാലും അതിനെയൊക്കെ നല്ല പീസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒരു മുരിങ്ങക്കായും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം കഷ്ണമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേണമെങ്കിൽ ഇത് നമുക്ക് മൺചട്ടിയിൽ വെക്കാം. ഞാൻ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനായതുകൊണ്ട് ഇതാ ഒരു കുക്കർ എടുത്തു, ഒരു ചെറിയ കുക്കർ എടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വിസിൽ വരട്ടെ അല്ലേ. നമുക്കപ്പോഴേക്കും തൈരിനെ ഒന്ന് എടുത്ത് റെഡിയാക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമില്ല അധികം പുളിയില്ലാത്ത കട്ട തൈര് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിക്ക് വെക്കാം കേട്ടോ, എന്നാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ ഒന്ന് അടിച്ചെടുത്ത ഈ തൈര് ഞാൻ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു വിസിലാണ് അടിച്ചത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെയൊക്കെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് 1-2 വിസിലൊക്കെ അടിക്കുക. എന്നിട്ട് നമുക്ക് ഈ തൈരിനെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മൾ അധികം വെള്ളം പോലെ അങ്ങ് ആക്കരുത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സായൊക്കെ വരുമ്പോൾ നമുക്ക് ഓഫ് ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ നമ്മുടെ കുറച്ച് 2-3-4 പീസ് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചുവന്ന മുളക്, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കറിക്ക് കുറച്ച് എരിവ് കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. നമ്മുടെ കറിയൊക്കെ ആയി ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കടുകെല്ലാം പൊട്ടിച്ച് കടുക് താളിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് അത്രയേ ഉള്ളൂ. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടോ. നമ്മൾ അധികം വെള്ളം പോലെ എടുക്കാതിരുന്നാൽ മതി. കുറച്ച് കട്ടിക്ക് അങ്ങ് എടുക്കുക. പിന്നെ ചക്കക്കുരുയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളി കറിയാണ്. തേങ്ങയും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മോരുകറിയാണ്. അപ്പോൾ ഇനി ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കൊഴുപ്പുള്ള നല്ലൊരു മോരുകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങളിതാ ചോറും മോരുകറിയും മുട്ട വറുത്തതും പിന്നെ പയറുപ്പേരിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ചക്കക്കുരുയൊക്കെ കിട്ടുവാണെങ്കിൽ ചക്കക്കുരു കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. ഇതുവരെ ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.